കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കണ്ണൂരിൽ തന്നെ ഉണ്ടാക്കുന്ന, അതായത് പണ്ട് മുതൽക്ക് കണ്ണൂർക്കാർ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി പോലെയല്ല, അതിനേക്കാളൊരു 1 മണിക്കൂർ മുന്നൊക്കെ നമ്മളിത് തയ്യാറാക്കാൻ തുടങ്ങണം. കാരണം 1 മണിക്കൂർ വരെ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകതയും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നമ്മൾ സാധാരണ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമാണ്. വെളുത്തുള്ളി ഏകദേശം ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും. അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതിയോളാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി, പിന്നെ ഒരു 8 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിന്ന് 3 കപ്പ് റൈസ് വെക്കുന്നതുകൊണ്ട് അതിനായിട്ട് 8 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ 4 എണ്ണം കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കനിൽ ചേർക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വരെ അവിടെ ബാക്കി വെക്കണം. നമ്മുടെ റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ബാക്കി നമുക്ക് പിന്നീട് രണ്ടാമത്തെ മാരിനേഷനിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചതച്ചെടുത്ത സാധനങ്ങളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് ബലം കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാള തൊലി കളഞ്ഞ് ഇതുപോലെ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിലധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടി നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. ഓയിലിൽ നല്ല മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം ഇതിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ, നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള സവാളയും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാള മുഴുവനും ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതിയിലും കുറച്ച് കുറവായിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് ചോറ് ദമ്മിടുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ബാക്കിയുള്ള സവാള മുഴുവനും കൈവച്ചിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തതിൽ നിന്നും ഏകദേശം ഒരു പകുതിയിലും കുറവായിട്ടാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. കൂടുതലും പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ പാത്രം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. ഇതിലാണ് നമ്മൾ മസാല വേവിക്കുന്നതും അതേപോലെ തന്നെ ലാസ്റ്റ് ചോറ് ദമ്മിടുന്നതും ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രം എടുക്കുന്ന സമയത്ത് കുറച്ച് വലുത് തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച സവാള ഉണ്ടല്ലോ, അത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാത്ത സവാള ഒരെണ്ണം ചേർക്കുക. ഒരു ചെറിയ സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു 1/3 കപ്പ് വരെ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. അത്രയും അളവിൽ തന്നെ ഒരു 1/3 കപ്പ് പുതിന ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/3 കപ്പ് തന്നെ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അധികം പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. ഇതിപ്പോൾ തൈരിന് പുളി കുറവായിരുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി,
പിന്നെ 1/2 ടീസ്പൂൺ ഷാജീര, അതായത് കാരവേ സീഡ്സ് ചേർത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു തക്കോലം ചേർക്കുന്നുണ്ട്, അതുപോലെ 2 ഏലക്കായ്, പിന്നെ ഒരു ബേ ലീഫ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിൽ 1 ടീസ്പൂൺ ചേർത്തിരുന്നു, ഇപ്പോൾ 1/2 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചിക്കനിലോട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഞണ്ടി മിക്സ് ചെയ്യണം കേട്ടോ, നല്ല ബലം കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തത്. എല്ലാം കൂടി ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെക്കാം. എന്നിട്ടൊരു അരമണിക്കൂറും കൂടി ഇതിങ്ങനെ വെച്ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ആവുന്നത്. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് 1-2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ തലേന്ന് ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ഐസൊക്കെ പോയിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിന്ന് എന്തായാലും ഒരു അരമണിക്കൂർ വരെയാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരിയാണ് കുതിർത്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് ബിരിയാണി റൈസാണ് കേട്ടോ. റോസ് ബ്രാൻഡിൻ്റെ കായ്മ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് ജീരകശാല റൈസ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് റൈസാണ് ബിരിയാണിക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസ് തന്നെയാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ മുന്നേ തന്നെ കുറേ വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 5 കിലോയുടെയും 2 കിലോയുടെയൊക്കെ പാക്കറ്റായിരുന്നു ഞാൻ വാങ്ങിയിരുന്നത്. ഇപ്പോൾ 1 കിലോയുടെ ഒരു പുതിയ പാക്കറ്റ് കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലും ഇവിടെ ഗൾഫിലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു റൈസ് വെച്ചിട്ടാണ് ഇന്നും ഞാൻ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇന്ന് ഞാൻ 3 കപ്പ് റൈസാണ് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. 250 മില്ലി അളവിലുള്ള കപ്പിൻ്റെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 3 കപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 600-650 ഗ്രാമോളം ഉണ്ടാവും. ഒരു 4-5 ആളുകൾക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ ഈ 3 കപ്പ് റൈസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം അരിയിൽ ഞാൻ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ അരി ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഈ അരി നമുക്കിവിടെ അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം നമ്മുടെ ഈ അരി ഒരു സ്ട്രെയിനറിൽ ഇതുപോലെ ഇട്ടിട്ട് വെള്ളം കളയാനായിട്ട് വെക്കണം. വെള്ളം നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം നമുക്ക് അരി വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ചിക്കൻ ഇവിടുന്ന് തിളക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അരി ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കെറ്റിൽ വെച്ചിരിക്കുകയാണ്. കെറ്റിൽ അല്ലെങ്കിൽ ഒരു സാധാരണ പാത്രത്തിൽ സ്റ്റൗമ്മേൽ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 3 കപ്പ് റൈസാണല്ലോ എടുത്തത്. അപ്പോൾ 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ 4.5 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ തിളപ്പിക്കാനായിട്ട് വെക്കുക. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂടായ പാത്രത്തിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത ഒരു എണ്ണയുണ്ടല്ലോ, എണ്ണയും നെയ്യും കൂടി ചേർന്നിട്ടുള്ളത്, അതൊരു 5-6 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് വേറെയും ചേർത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് 2 കഷ്ണം പട്ട, 2 ഏലക്കായ്, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ചീരകം പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു 30-40 സെക്കൻഡ്സ് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ കഴുകി അതിൽ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വറുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വറുക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് അരി നല്ലതുപോലെ വറുത്തെടുക്കണം.
അപ്പോൾ വറുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇത് നല്ലതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്ലെയിം അതിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്, ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഞാനങ്ങ് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വറുക്കുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ടൊക്കെ കേൾക്കും, പിന്നെ നല്ലൊരു മണമൊക്കെ വരും. ചെറുതായിട്ടൊന്ന് കളറും മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർക്കുക. 4.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ നമുക്ക് വെക്കാം കേട്ടോ. അതിനുശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ മസാലയുടെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊരു 2-3 പ്രാവശ്യം ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ, ലോ ഫ്ലെയിമിൽ വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളം ഉണ്ടാവില്ല. നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് വേവിക്കുന്ന സമയത്ത് ഇതിൽ ധാരാളം വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചോറിലും ഒരു വെള്ളം കയറിയതുപോലെ ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നെയ്ച്ചോറ് 2-3 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. വീണ്ടും അടച്ച് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് സമയം വേവിക്കുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ മസാലയും നെയ്ച്ചോറൊക്കെ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മസാല തുറന്ന് നോക്കാം. ഇത് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറും ഇതവിടെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചൂടോടെ ഒരുപാടങ്ങ് ഇളക്കണ്ട, അടുപ്പത്തുനിന്ന് മാറ്റുക. അതിനുശേഷം നമ്മളുണ്ടാക്കിയ നെയ്ച്ചോറിൽ നിന്നും പകുതി ഈ മസാലയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നെയ്ച്ചോറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതേസമയം മസാലയുടെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഈ മസാല ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നെയ്ച്ചോറ് ആദ്യം പകുതി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. പുതിന ചേർക്കുന്നില്ല കേട്ടോ, മല്ലിയില മാത്രമാണ് ഈ സമയത്ത് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ, അതിൽ നിന്നും പകുതി ആദ്യം ചേർക്കുക. പിന്നെ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള നെയ്ച്ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാല പൊടി, മല്ലിയില അരിഞ്ഞത്, അതുപോലെ സവാള ബാക്കിയുള്ളത് മുഴുവനും ഇട്ട് കൊടുക്കുക. പിന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒക്കെ ചേർക്കുക. ഇനി നമ്മുടെ ബിരിയാണി വീണ്ടും നല്ലതുപോലെ അങ്ങ് അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. വളരെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമുക്കിത് ദം ചെയ്തെടുക്കാനായിട്ട്. ഞാനിതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ വെച്ചിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി നല്ലതുപോലെ ദമ്മായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വളരെ ലോ ഫ്ലെയിമിൽ ഞാനൊരു 25-30 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ ദമ്മായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ തുറക്കുന്ന സമയത്ത്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിത് വിളമ്പുന്ന സമയത്ത് ഇതിൻ്റെ റൈസ് നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എന്നാൽ ഒട്ടും കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. ഇങ്ങനെ വേറെ വേറെ തന്നെ നിൽക്കുകയും ചെയ്യും. എന്നാൽ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റൈസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റൈസ് നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ബിരിയാണി ഒന്നിനും കൊള്ളൂല. അപ്പോൾ റൈസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. കാരണം ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കനൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ.
താങ്ക്